മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടിയിൽ നിന്നാണ്, കോഴിക്കോട് ഭാഗത്ത് നിന്നാണ് 350 ഗ്രാം MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. MDMA എന്ന് പറഞ്ഞാൽ 350 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ വലിയ അളവിലുള്ളതാണ്. അത് അതിലിപ്പോൾ കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവർ പിടിയിലായിട്ടുണ്ട്. സമീർ ബിൻ കരീം അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ്, പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ട് ദൃശ്യങ്ങൾ. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, പരപ്പനങ്ങാടി എക്സൈസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടിയിലാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ സമീപകാലത്തെ വലിയ ലഹരിവേട്ട നടന്നിരിക്കുന്നത്. 350 ഗ്രാം MDMAയുമായി 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. നിലവിൽ കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവരാണ് നിലവിൽ എക്സൈസിന്റെ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ നിലവിൽ എക്സൈസ് അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൊട്ട് വാഹനത്തിന് മുകളിൽ വെച്ചിരിക്കുന്നതാണ് ഈ MDMA എന്നുള്ളതാണ് പോലീസ് എക്സൈസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർ ഇന്നലെ രാത്രി മുതൽ തന്നെ എക്സൈസിന് കൃത്യമായ വിവരമുണ്ടായിരുന്നു. അതായത് ഈ കടലുണ്ടി പാലത്തിന് സമീപം വെച്ച് വലിയ ഒരു ലഹരിയുടെ ഇടപാട് നടക്കുന്നു എന്നുള്ളതായിരുന്നു ഈ എക്സൈസിന് ലഭിച്ചിരുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ മേഖലയിൽ തമ്പടിച്ച് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് രാവിലെയോട് കൂടി ഇവർ 2 പേരും ഒരു കാറിൽ MDMAയുമായി കച്ചവടത്തിന് വേണ്ടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ പരപ്പനങ്ങാടി എക്സൈസിന് നേതൃത്വം ഇവര് ഇപ്പോൾ നിലവിൽ ഇവരോട് ചോദിച്ചാൽ ഇവർ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അന്വേഷണത്തിലാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3-4 ദിവസമായിട്ട് നമ്മൾ ഈ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കണം. സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു രഹസ്യവിവരം കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് 4-5 ദിവസമായിട്ട് നമ്മൾ സ്റ്റാഫ് മൊത്തം ഇവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഇവര് കുറ്റ്യാടി, വടകര, നാദാപുരം അടുത്ത് കക്കാട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കക്കാട്ടിൽ എന്ന സ്ഥലത്താണ്. എന്താണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് ഈ ലഹരി വേട്ട ഇപ്പോൾ എല്ലാ ഇതിലും ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഇതിൽ ഇന്ന് പരപ്പനങ്ങാടി റേഞ്ചിൽ നമ്മൾ വളരെ സജീവമായിട്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഇത് പുറകിൽ നിന്ന് നോക്കി ഇത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടായിരിക്കും. ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്.